വളരെ സുപ്രധാനമായ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. വളരെ വിശദമായിട്ട് തന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് വിശദീകരിച്ചതിന് സയ്യൂബിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയാണ്. ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് ഈ ഒരു സംഗതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ കാരണം, കൃത്യം ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ 28 ജൂണിന് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഉദയ്പൂരിൽ, രാജസ്ഥാനിൽ കനഹയ്യലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ 2 തൊപ്പിയും തലപ്പാവും അതുപോലെ കുർത്ത പജാമ ഒക്കെ മുസ്ലിം അറ്റയേഴ്സ് ഉള്ള 2 പേർ, മുഹമ്മദ് റിയാസ് അട്ടാരി അതുപോലെ തന്നെ മുഹമ്മദ് ഗൗസ് എന്ന് പറയുന്ന 2 പേർ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ ചർച്ച ഇവിടെ വെച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സംഭവം നടന്ന ഉടനെ എല്ലാവരും തരിച്ചുപോയി. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എല്ലാ മുസ്ലിം സംഘടനകളും, ഇന്ത്യയിലെ എല്ലാ വ്യക്തികളും, മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാ വ്യക്തികളും സംഘടനകളും എല്ലാം തന്നെ അതിനെ നഖശികാന്തം അതിനെ അപലപിക്കുകയും ഇത് ഒരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നും അതിനെ പൂർണ്ണമായിട്ട് അപലപിച്ച്, അൺലൈക്ക് അതർ ഓർഗനൈസേഷൻസ്, മറ്റ് സംഘടനകളോ മറ്റ് സംഘടനകളല്ല മറിച്ച് സമുദായങ്ങളൊന്നും ചെയ്യാത്തൊരു സംഭവമാണ്. പിന്നെ ഈ കഴിഞ്ഞ കാലയളവിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും, ഒരു സമുദായത്തിന്റെ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ സമുദായത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ തന്നെയായാലും അതിനെ അപലപിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. പക്ഷെ അതിനെല്ലാം തിരുത്തിക്കൊണ്ട് ഇന്ത്യയിലുടനീളമുള്ള എല്ലാ വിഭാഗം മുസ്ലിം സമുദായത്തിലെ സംഘടനകളും വ്യക്തികളും അതിനെ അപലപിക്കുകയുണ്ടായി. ഇത് വളരെയേറെ സന്തോഷമുണ്ടാക്കിയൊരു കാര്യമാണ്. പക്ഷെ ആ സമയത്ത് നമ്മളെല്ലാം അകത്ത് നീറിപ്പോകുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ആളുകൾ ആരാണ് എന്ന് ആർക്കും അറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളെ വിളിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഏതാണ്ട് അതേ ദിവസം, പിറ്റേ ദിവസം തന്നെ ഏതാണ്ട് എല്ലാവരും ഈ ഉദയ്പൂരിലുള്ള ഈ പ്രദേശത്തുള്ള ആളുകൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു, ഇവർക്ക് BJP ബന്ധമുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ അതിനൊരു കോൺസ്പിറസി തിയറി ആയിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ഉണ്ടല്ലോ സാധാരണ സ്വന്തം സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സംഭവമായിരിക്കോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷെ പിന്നീട് അത് കൃത്യം ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ജൂലൈ 1-ാം തീയതി ഇർഷാദ് ചെയിൻവാല എന്ന് പറയുന്ന ആള് ഒരു ചെയിൻ ഓഫ് ഫേസ്ബുക്ക് പോസ്റ്റ്സ്, സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിൽ റിയാസ് അട്ടാരിക്ക് BJPയുടെ നേതാക്കൾ സ്വീകരിക്കുന്നതും അവരുമായിട്ട് ഉന്നത നേതൃത്വവുമായിട്ട് അദ്ദേഹം ഇരിക്കുന്നതും വ്യത്യസ്ത പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വാർത്തകൾ വരികയാണ്. അദ്ദേഹം മൈനോറിറ്റി വിഭാഗത്തിന്റെ അവരുടെ അകത്തുള്ള BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ഒരു മെമ്പറാണ്, അല്ലെങ്കിൽ അതുമായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്, അഫിലിയേറ്റഡ് ആണ് എന്ന വാർത്തയാണ് പിന്നീട് നമ്മൾ പത്രത്തിൽ കാണുന്നത്. അത് കഴിഞ്ഞ ഉടനെ പിന്നീട് നമ്മൾ വീണ്ടും കാണുകയാണ് ഒരു ജമ്മു റൈസി എന്ന് പറയുന്ന സ്ഥലത്ത്, ഒരു ഗ്രാമത്തിൽ ലഷ്കർ എ തയ്യബയുടെ ടെററിസ്റ്റുകളെ പിടിക്കുകയാണ്. ഒരു 3 പേര്, AK-47 ഉണ്ട് അവരുടെ കയ്യിൽ. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. പിടിക്കപ്പെട്ട സമയത്ത് ഒരുപാട് ആയുധങ്ങളും ഇതൊക്കെ ആയിട്ട് അവർ പിടിക്കുകയാണ്. അതും അദ്ദേഹത്തിന്റെ പേര് താലിബ് ഹുസൈൻ ഷാ എന്നാണ്, താലിബ് ഹുസൈൻ ഷാ. അപ്പോൾ അതും നമ്മൾ അറിയാണ്. ഉടനെ തന്നെ അവര് അത് സമയം താമസിച്ചില്ല, അതേ സമയം തന്നെ വിവരം വന്നു, ഇവര് BJPയുടെ പ്രവർത്തകരാണ്. അവര് മെയ് 9-ാം തീയതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 മാസം മുമ്പ് അവരെ അവിടെയുള്ള BJPയുടെ IT സെൽ ആൻഡ് സോഷ്യൽ മീഡിയ, IT ആൻഡ് സോഷ്യൽ മീഡിയയുടെ ഉത്തരവാദിത്വം ഉള്ള ഉന്നത നേതാവാണ് ഈ പിടിക്കപ്പെട്ട വ്യക്തി എന്ന് നമ്മൾ അറിയുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പേര് താലിബ് ഹുസൈൻ ഷാ എന്നൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹവും BJPയുമായി ക്ലോസ്ലി അഫിലിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ അറിയുന്നു. നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബേസിക്കലി ഇന്നത്തെ ഈ ചർച്ച ഫോൾസ് ഫ്ലാഗ് അറ്റാക്സ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ശരിക്കും ഒറ്റപ്പെട്ട ഒരു സംഭവമേ അല്ല. ഈ വിഷയം ക്ലോസ്ലി പഠിക്കുന്ന, ഇങ്ങനെയുള്ള ഇന്ത്യയിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളെയും അതുപോലെ രാഷ്ട്രീയമായ ചർച്ചകളും ഒക്കെ സാഗൂതം വീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തന്നെ പുതിയ സംഭവമേ അല്ല. ഓബ്വിയസ് എന്നാണ് അതിനെക്കുറിച്ച് അറിയാവുന്ന പക്വതയുള്ള ആളുകളൊക്കെ പ്രതികരിച്ചത്. ഇറ്റ്സ് ഓബ്വിയസ്, അതിലൊന്നും പ്രത്യേകിച്ചൊന്നും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഡിസംബർ 13-ാം തീയതി 2001 പാർലമെന്റ് അറ്റാക്ക് നടന്നത്. നേരത്തെ സയ്യൂബ് ഇത് വിശദീകരിക്കുന്ന സമയത്ത് റെയ്ച്ച്ടാഗ് അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്കറിയില്ല. ഹിറ്റ്ലറുടെ ജർമ്മൻ പാർലമെന്റിന്റെ മുകളിൽ നടന്നിട്ടുള്ള അറ്റാക്ക് മൊത്തം ജൂതന്മാർക്കെതിരെ ഒരു വലിയ ഒരു നിയമം സീരീസ് ഓഫ് ലോസ്, ഡിസ്ക്രിമിനേറ്ററി ലോസ് പാസ്സാക്കാൻ അത് കാരണമായത് ഈ ഒരു സംഭവമാണ്.
അപ്പോൾ ഇത് പിന്നെ പാർലമെന്റ് അതേപോലെ പാർലമെന്റ് അറ്റാക്ക് ഇന്ത്യയിൽ നടക്കുകയാണ് ഡിസംബർ 13-ാം തീയതി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 11 ആക്രമണം കഴിഞ്ഞിട്ട് കൃത്യം 2 മാസത്തിന് ശേഷമാണ്, പിന്നെ അമേരിക്കയിലുള്ള ആക്രമണത്തിന് ശേഷം 2 മാസത്തിന് ശേഷം പാർലമെന്റ് അറ്റാക്ക് നടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിന്റെ ഭീകരത. ലോകം മുഴുവൻ അൽഖായിദയെക്കുറിച്ചും ഭീകരതയെക്കുറിച്ചും സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിക്കപ്പെടുക. എന്നിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ലഷ്കർ എ തയ്യബയുടെ പ്രവർത്തകരെ പിന്നെ കോർഡിനേറ്റ് ചെയ്തത്. ദേവീന്ദർ സിംഗ് ആണ് എന്ന് പറയുന്ന SOG സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെ മേധാവിയാണ്. നേരത്തെ അഫ്സൽ ഗുരു എന്ന് പറയുന്ന വൺ ഓഫ് ദി പ്രൈം അക്യൂസ്ഡ് ആയിട്ടുള്ള അഫ്സൽ ഗുരുവിനെ കശ്മീരിൽ നിന്ന് അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുകയും ഡൽഹിയിലേക്ക് കൊണ്ടുവരികയും അതുപോലെ ഈ പറയുന്ന ഓപ്പറേഷൻസിന്റെ എല്ലാ സംഗതികളും ചെയ്യിച്ചത് അതിന്റെ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട്. ആ സമയത്ത് അഫ്സൽ ഗുരുവിന് ഐഡിയ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തന്നെ അഫ്സൽ ഗുരു പറയാണ്, ദേവീന്ദർ സിംഗ് വാസ് ദ ഹാൻഡ്ലർ, ഹി വാസ് ആക്ച്വലി അറേഞ്ചിങ് മീ എവറിഥിങ് ഇൻ ഡൽഹി എന്ന് അദ്ദേഹം ആവർത്തിച്ചു അദ്ദേഹത്തിന്റെ കൺഫെഷനിലും അതുപോലെ അദ്ദേഹത്തിന്റെ കോടതി രേഖകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേ ദേവീന്ദർ സിംഗിനെ നിങ്ങൾ കാണുന്നത് 2019 തോന്നുന്നു, എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് അദ്ദേഹത്തെ പിന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അന്ന് ലഷ്കർ എ തയ്യബൊക്കെയാണ് ഡിസംബർ 13-ാം തീയതി പിന്നെ പാർലമെന്റ് അറ്റാക്ക്. എന്നാൽ ഇപ്പൊ പിടിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഹിസ്ബുൽ മുജാഹിദീന്റെ ആളുകളാണുള്ളത്. ഹിസ്ബുൽ മുജാഹിദീന്റെ ആളുകളെയും കൂട്ടിയിട്ട് ഇദ്ദേഹം പിന്നെ കുൽഗാം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തെ പിടിക്കുന്നത്. പിന്നെ ഹിസ്ബുൽ മുജാഹിദീൻ തീവ്രവാദികളോടൊപ്പം ഇന്ത്യയുടെ ഒരു സെക്യൂരിറ്റി ഏജൻസിയിൽ ഉന്നതനായ ഒരാൾ പിടിക്കപ്പെടുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അദ്ദേഹം ഇപ്പോഴും ജയിലിലാണെന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ കേസിനെ കുറിച്ച് നമുക്ക് യാതൊരു വിവരവും അതിനുശേഷം ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഏതായാലും ഇതൊരു സംഭവമാണ്. ശരിക്കും നിങ്ങൾക്കറിയാം, ഗ്ലോബൽ വാർ ഓൺ ടെററിന്റെ 2 ഡെക്കേഡ് പൂർത്തിയാവുന്ന ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് ഈ ഗ്ലോബൽ വാർ ഓൺ ടെറർ, അതുപോലെ ഭീകരവാദ വിരുദ്ധ യുദ്ധവും മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഇത്ര കൊണ്ടുപിടിച്ച പിന്നെ ഡിഫമേഷൻ, അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ ഒരു ഗ്ലോബലി കോർഡിനേറ്റഡ് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ഇസ്ലാം ആൻഡ് മുസ്ലിംസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ഡെക്കേഡായി. ഈ സമയത്ത് ശരിക്കും ഗ്ലോബൽ വാർ ഓൺ ടെറർ വാസ് ആക്ച്വലി എ കാറ്റസ്ട്രോഫിക് ഫെയിലിയർ ഓൺ എവറി ഫ്രണ്ട് എന്നുള്ളതാണ് അതിന്റെ വിശദമായ അതിന്റെ കാര്യങ്ങൾ. നിങ്ങൾ ഓരോ ഞാൻ വെറുതെ പറയുന്നല്ല, കഴിഞ്ഞ 20 വർഷമായിട്ട് പിന്നെ ഈ സംഗതിയെ ഒരു വിഷയം പോലും വിടാതെ, ഒരു കേസ് പോലും വിടാതെ അതിന്റെ എല്ലാ കോടതി രേഖകളും നിരന്തരം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് പൂർണ്ണമായ കൺവിക്ഷനോടുകൂടി ഈ കാര്യം പറയാൻ സാധിക്കും. അതിലേറ്റവും പിന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് പറഞ്ഞിട്ട് ഞാൻ ഇവിടെയുള്ള ഫോൾസ് ഫ്ലാഗ് അറ്റാക്കുകളിലേക്ക് ഞാൻ വരാം. എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർ ഓൺ ടെററിൽ പിന്നെ അൽഖായിദയുടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട 779 പേരാണ് ഗോണ്ടനാമോ പ്രിസണിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. ഗോണ്ടനാമോ പ്രിസണിലാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഗോണ്ടനാമോ അറിയാത്ത ആരും ഉണ്ടാവില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ അതൊരു പിന്നെ അതിനെക്കുറിച്ച് പറയുന്നത് ഐലൻഡ് ഔട്ട്സൈഡ് ദ ലോ, എന്നുവെച്ചാൽ ഒരു ദ്വീപ്, നിയമത്തിന് പുറത്തുള്ള ഒരു ദ്വീപ് എന്ന് അതിനെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രക്ക് നിയമത്തിനോ അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിനോ സ്ഥാനമില്ലാത്തൊരു സ്ഥലത്ത് അവരെ പീഡിപ്പിച്ചുകൊണ്ട് അവരെ എല്ലാവിധ ക്രിയകളും ചെയ്തുകൊണ്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പിന്നീട് പുറത്തേക്ക് വന്നു. അതിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ വിക്കിലീക്സിൻ്റെ പിന്നെ ഫൗണ്ടറെയും അതുപോലെ തന്നെ മാനിങ് എന്ന് പറയുന്ന ഓഫീസറൊക്കെ പിന്നീട് അറസ്റ്റ് ചെയ്തത് ഇല്ല എന്നുള്ളത് കൊണ്ടല്ല, ഉള്ള സംഭവത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളത്. ആ സമയത്ത് 779 പേരാണ് ഇന്നേ വരെ 779 പ്രിസണേഴ്സ് ആണ് ഗോണ്ടനാമോയിൽ ഉണ്ടായത്. നിങ്ങൾക്കറിയണോ? ഒരു ഞെട്ടിക്കുന്ന വിവരം, അറിയില്ലെങ്കിൽ അറിയാത്തവർക്ക് ഞെട്ടുന്ന ഒരു വിവരമാണ്. ഈ 779 അൽഖായിദ കോട്ട് ആൻഡ് കോട്ട് അൽഖായിദയുടെ ആളുകൾ, ഇവരെ പിന്നെ ട്രയൽ പൂർത്തിയായതിനു ശേഷം എത്ര പേര് കൺവിക്റ്റ് ആയിട്ടുണ്ടാവും? ഒരു ചോദ്യമാണല്ലോ. അതിൻ്റെ 20 വർഷം കഴിഞ്ഞു. ഇതിൽ 779 പേരിൽ എത്ര പേര് പിന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും, എക്വിറ്റലായിട്ടുണ്ടാവും? ആ വിവരം ഇതാണ്: 771 പേർ എക്വിറ്റലാണ്. 779-ൽ 771 എക്വിറ്റലാണ്. ബാക്കി 8 പേര് മാത്രമാണ് കോൺവിക്റ്റഡ് ആയിട്ടുള്ളത്. ആ കോൺവിക്റ്റ് ആയ ആളുകളിൽ ദിസ് കൺവിക്ഷൻ വാസ് ആക്ച്വലി ഓവർടേൺഡ് ഇൻ അപ്പീൽ. അവർ പിന്നെ അപ്പീലിന് പോയപ്പോൾ 3 പേര് പിന്നെ എന്ത് ചെയ്തു, വീണ്ടും അവിടുന്ന് എക്വിറ്റ് ആവുന്നു. എന്ന് പറഞ്ഞാൽ 771 + 3 774 പേര് എക്വിറ്റിലാവുന്നു. അതിനുശേഷം ഫൈനൽ കൺവിക്ഷൻ എന്ന് പറയുന്ന 5 പേരാണ്. അതിൽ 2 പേര് മരണപ്പെട്ടു. അവരുടെ കേസ് ശരിക്കും വാദിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇതാണ് ശരിക്കും ഗ്ലോബൽ വാർ ഓൺ ടെററിന്റെ
പിന്നെ അവസ്ഥ എന്ന് നമ്മൾ അറിയണം. അത് ഇന്ത്യയുടെ അവസ്ഥ ഞാൻ വേറെ സന്ദർഭത്തിൽ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഭീകരവാദ ആരോപണവും അതിന്റെ യാഥാർത്ഥ്യവും പറയുമ്പോൾ പിന്നെ ഈ ലീഗൽ ഫ്രെയിംവർക്കിന്റെ സ്റ്റാൻഡേർഡ്സ് വെച്ചുകൊണ്ട് തന്നെ, അതാണ് അമേരിക്കയുടെയും അതുപോലെ ഇന്ത്യയുടെയും എന്നല്ല ലോകത്തെ ഏത് രാജ്യങ്ങളുടെയും ലീഗൽ സ്റ്റാൻഡേർഡ്സ് വെച്ചുകൊണ്ട് തന്നെ ഒരിക്കലും ആരോപണങ്ങൾ കംപ്ലൈ ചെയ്യുന്നില്ല, അതൊരിക്കലും പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല, അവർക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എല്ലാം. അപ്പൊ ഇതൊക്കെ ആരാണ് ചെയ്തതെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന പൊട്ടലും അതുപോലെ കൊലപാതകങ്ങളും മനുഷ്യന്റെ മനസ്സിനെ വിറങ്ങലിപ്പിക്കുന്ന ഈ ഭീകര സംഭവങ്ങൾ നടത്തിയത് ആര് എന്നുള്ള ചോദ്യം ബാക്കിയാണ്. 9/11 അറ്റാക്ക് ഉൾപ്പെടെ ഒരു ഫോൾസ് ഫ്ലാഗ് അറ്റാക്ക് ആണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. പക്ഷെ ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഏതായാലും പിന്നെ ഫോൾസ് ഫ്ലാഗ് അറ്റാക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പിന്നെ അതൊരു ഫോൾസ് ഫ്ലാഗ് എന്നുള്ളത് തന്നെ ഒരു കോൺസ്പിറസി തിയറി ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഒഫീഷ്യലി അതിന്റെ ഭാഷ എന്താണെന്ന് വെച്ചാൽ കൊവേർട്ട് ഓപ്പറേഷൻസ് ആണ്. കൊവേർട്ട് ഓപ്പറേഷൻസ്, ഒവേർട്ട് ആൻഡ് കൊവേർട്ട്. ഒവേർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവർക്കും ആരാണ് അതിന്റെ ഓഥർ, അതിന്റെ സ്പോൺസർ എന്ന് കൃത്യമായിട്ട് അറിയുന്നതാണ് പിന്നെ ഒവേർട്ട് ഓപ്പറേഷൻ, OVERT. അതേസമയം കൊവേർട്ട്, COVERT എന്ന് പറയുന്നത് എന്താണ് എന്ന് പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഡിക്ഷണറി ഓഫ് മിലിറ്ററി ആൻഡ് അസോസിയേറ്റഡ് ടേംസ് എന്ന് പറയുന്ന രേഖയിൽ നിന്ന്, അമേരിക്കയുടെ ഡിഫൻസ് ഡോക്യുമെന്റിൽ ഞാൻ വായിക്കുകയാണ്. ആൻ ഓപ്പറേഷൻ ദാറ്റ് ഇസ് സോ പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ആസ് ടു കൺസീൽ ദ ഐഡന്റിറ്റി ഓഫ് ഓർ പെർമിറ്റ് പ്ലോസിബിൾ ഡിനയൽ ബൈ ദ സ്പോൺസർ. ഇതാണ് കോട്ട് ആൻഡ് കോട്ട്. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെന്താണ് സ്പോൺസർഷിപ്പ്, അല്ലെങ്കിൽ അത് ചെയ്തത് ഞാനാണ് അല്ലെങ്കിൽ ഇന്നയാളാണ് എന്ന് ഇതിനെ കൺസീൽ ചെയ്യുന്ന, അതിനെ മറച്ചു വെച്ചുകൊണ്ട് ആരാണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് അറിയാതിരിക്കുകയും ആരോപിക്കപ്പെട്ടാൽ അല്ല ഞാനല്ല എന്ന് ഡിനൈ ചെയ്യാൻ കഴിയുമാറ് ചെയ്യുന്ന അറ്റാക്കുകളെയാണ് കൊവേർട്ട് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്ന് ഡിക്ഷണറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അമേരിക്കൻ ഡിഫൻസ് പിന്നെ ഡിക്ഷണറിയിൽ നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് തന്നെ പിന്നെ ബുഷ്, നിങ്ങൾ ഇതൊക്കെ ഇവർ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ബുഷ് അദ്ദേഹത്തിന്റെ 9/11 സ്പീച്ച് നിങ്ങളൊന്ന് യൂട്യൂബിൽ കണ്ടു നോക്കണം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കൊവേർട്ട് ആൻഡ് ഒവേർട്ട് ഓപ്പറേഷൻസ് നടത്തും. അദ്ദേഹം കൊവേർട്ട് ഓപ്പറേഷൻ നടത്തും എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റാക്ക് നടത്തുകയും എന്നാൽ ആ അറ്റാക്ക് നമ്മളാണ് എന്ന് നമ്മൾ അവകാശപ്പെടാതിരിക്കുകയും മറ്റുള്ളവരാണ് ചെയ്തത് എന്ന് സംശയമുണ്ടാക്കാൻ മാത്രം അതിനുള്ള മറ്റ് തെളിവുകൾ ഉണ്ടാവുകയും ചെയ്യുമാറുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യും എന്ന് തന്നെ ബുഷ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ചാണക്യന്റെ, പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയുടെ ചാണക്യന്റെ പിന്നെ ചാണക്യ നമുക്ക് എല്ലാവർക്കും അറിയാം, ചന്ദ്രഗുപ്തയുടെ കാലത്ത് പിന്നെ അദ്ദേഹത്തിന് ഭരണകൂടത്തിന് സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തിരുന്ന ചാണക്യ 280 BC-യിലാണ് അദ്ദേഹം പിന്നെ ജീവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം മരിച്ചത്. അപ്പൊ ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹമാണ് ഇന്ത്യയുടെ ഡിഫൻസിന്റെയും അതുപോലെ ഇന്റേണൽ സെക്യൂരിറ്റിയുടെയും ഒക്കെ ഒരു പിന്നെ ഇന്നും ഗുരു ആയിട്ട് എണ്ണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രയിൽ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെന്താണ്, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും, അല്ല മാർഗം ലക്ഷ്യത്തെ, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, മറിച്ച് ലക്ഷ്യം എന്താണ് എംഫസൈസ് എൻഡ്സ് നോട്ട് മീൻസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാചകം. അങ്ങനെയാണ് ഇംഗ്ലീഷ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ സംസ്കൃത ശ്ലോകത്തെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങൾക്കൊരു സംഗതി നേടിയെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇതേ ഒരു പിന്നെ പശ്ചാത്തലത്തിലായിരിക്കണം മഹാത്മാഗാന്ധിയെ വധിച്ച പിന്നെ അത് എന്താണ് പിന്നെ ഗോഡ്സെയും അതുപോലെ തന്നെ ആപ്തയും, ഇവർ രണ്ടുപേരും പിന്നെ ശരിക്കും സർക്കംസിഷൻ ചെയ്തിരുന്നു അല്ലെങ്കിൽ മാർക്കം ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇതൊരു ഫോൾസ് ഫ്ലാഗ് അറ്റാക്ക് ആണോ എന്ന് ചരിത്രകാരന്മാർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വർ കഴിഞ്ഞ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സുജിത് നായറിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ, അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. അതിന്റെ യൂട്യൂബ് പിന്നെ രാഹുൽ ഈശ്വർ എഡിറ്റോറിയൽ വിത്ത് സുജിത് നായർ നിങ്ങൾ അടിച്ചിട്ട് അതിന്റെ 13ാമത്തെ മിനിറ്റിലേക്ക് പോയാൽ അദ്ദേഹം പറയുന്നത് ഞാൻ വായിക്കാം. അവർ ഹാർഡ് ലൈനേഴ്സ് സംഘ് പരിവാറിന്റെ ഹാർഡ് ലൈനേഴ്സ് cut the Gaumata by ourselves and blame it on the Muslims to start a riot. നമ്മളകത്തുള്ള എന്ന് പറഞ്ഞാൽ സംഘ് പരിവാറിന്റെ അകത്തുള്ള ആളുകൾ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഗൗമാതയെ പിന്നെ ഗൗമാതനെ വെട്ടുകയും എന്നിട്ട് അത് പിന്നെ മുസ്ലിങ്ങളുടെ മേലിൽ ബ്ലെയിം ചെയ്യുകയും ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സ്റ്റാർട്ട് എ റയറ്റ്, കലാപങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹം ഹി കോട്ട്സ് വേരിയസ് ഇൻസ്റ്റൻസസ്
ഓഫ് ഫോൾസ് ഫ്ലാഗ് അറ്റാക്സ്. അതിനുശേഷം അദ്ദേഹം പറയാണ്, ആൻഡ് ഐ ആം സേയിങ് ദിസ് വിത്ത് ഓൾ റെസ്പോൺസിബിലിറ്റി. അത് ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ എല്ലാ ഉത്തരവാദിത്വ ബോധത്തോടെ ഞാൻ പറയുന്നു, വൈ ഡസ് ദിസ് ഹാപ്പൻ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. വി വോണ്ട് ആൻ ഇമാജിനറി എനിമി, നമുക്കൊരു സാങ്കല്പികമായ ശത്രുവിന് ആവശ്യമാണ്. സോ ദാറ്റ് വി ക്യാൻ യുനൈറ്റ് ഹിന്ദുസ്. ദിസ് ഈസ് ഇൻജെക്റ്റഡ് ബിക്കോസ് ഹിന്ദുസ് ഡോണ്ട് ഹാവ് എ നാച്ചുറൽ സോഷ്യോ സ്പിരിച്വൽ യൂണിറ്റി. നമുക്കൊരു സാമൂഹികവും അതുപോലെ തന്നെ ആത്മീയവുമായിട്ടുള്ള ഒരു യൂണിറ്റി നമുക്കില്ല. നമുക്ക് മുസ്ലിങ്ങൾക്ക് തൗഹീദും അതുപോലെ റിസാലത്തും ആഖിറത്തും നമസ്കാരവും പള്ളിയും ഹജ്ജും ഒക്കെ ഉള്ളതുപോലെ നമ്മൾ യുനൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം നമുക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൃത്രിമമായ വഴികളിലൂടെ യുനൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആക്ച്വലി ദ ഡേഞ്ചർ ഇസ് നോട്ട് ഫ്രം ഔട്ട്സൈഡ്. നമ്മുടെ ഹിന്ദു സമുദായം അനുഭവിക്കുന്ന അപകടം അത് പുറത്തുള്ളതല്ല, മറിച്ച് അകത്തുള്ളതാണ്. Suicide, drug abuse, alcoholism, family breakdowns and geriatric issues are the 5 issues which is destroying the Hindu community. They are the real issues and not imaginary issues like Ghazwa-e-Hind, created to scare Hindus into unity. Ghazwa-e-Hind പോലുള്ള സാങ്കല്പികമായ തീർത്തും മിഥ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഭവമല്ല ഈ 5 കാര്യങ്ങൾ. ഹിന്ദു സമുദായത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഹത്യ, അതുപോലെ മയക്കുമരുന്ന്, അതുപോലെ ആൽക്കഹോളിസം, മദ്യപാനം, അതുപോലെ ഫാമിലി ബ്രേക്ക് ഡൗൺസ്, കുടുംബങ്ങൾ തകരുന്നു, അതുപോലെ ജീറിയാട്രിക് ഇഷ്യൂസ്, പ്രായം ചെന്ന ആളുകളുടെ അവരുമായിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയം. ഇങ്ങനെ ഈ 5 വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഹിന്ദു സമുദായത്തെ ബാധിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് അതിനെയൊക്കെ മറച്ചു വെച്ച് നമ്മൾ സമുദായത്തെ ഏകീകരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൃത്രിമമായ മാർഗങ്ങൾ തേടുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ കുറച്ച് സംഭവങ്ങൾ സമയം വളരെ ചുരുങ്ങിയ സമയത്തിൽ അവതരിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയാം. അപ്പൊ ഈ CA-NRC പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് നിങ്ങൾക്കൊരു ഒരു സീരീസ് ഓഫ് ഫോൾസ് ഫ്ലാഗ് അറ്റാക്സ് കാണാൻ സാധിക്കും. ഇതൊന്നും കോൺസ്പിറസി തിയറീസ് അല്ല, ഇതെല്ലാം കേസുള്ള, പോലീസ് സ്റ്റേഷനുകളിൽ കേസുള്ള, ഓൾറെഡി FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. ഇവിടെ എങ്ങനെയാണ് ഫോൾസ് ഫ്ലാഗ് അറ്റാക്കുകൾ സംഭവിക്കുന്നത്. ഒന്നാമത്തത് ഫിറോസാബാദ് ആൻഡ് ബിജ്നോർ. UP-യിൽ ഫിറോസാബാദിലും ബിജ്നോറിലും NRC പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഷൂട്ട് ഔട്ട് നടക്കുകയാണ്. ഓം രാജ് സൈനി എന്ന് പറയുന്ന ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു 50-60 വയസ്സിൽ പ്രായമുള്ള, നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. ഓം രാജ് സൈനി എന്ന് അടിച്ചാൽ അദ്ദേഹം ICUവിന്റെ അകത്തുനിന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരുപാട് ഹോസ്പിറ്റലിലെ ഒരുപാട് കുഴലും അതുപോലെ വയറൊക്കെ ഘടിപ്പിച്ച് അദ്ദേഹം പോലീസ് പറയുന്നതിനൊക്കെ അദ്ദേഹം ഖണ്ഡിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്ന് അല്ല സൈഡിൽ നിന്ന് ആരോ വെടിവെച്ചു. ആ വെടിവെച്ച ആളുകൾ ആരാണെന്ന് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ അവിടെയുള്ള SP സഞ്ജീവ് ത്യാഗി എന്ന് പറയുന്ന പോലീസുകാരൻ പറയുന്നത്, അതും നിങ്ങൾക്ക് ആ യൂട്യൂബിൽ വീഡിയോയിൽ കാണാൻ സാധിക്കും. ദ വയറാണ് ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. അതിൽ അദ്ദേഹം പറയുന്നു, നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയുകയാണ്, ഇത് മുസ്ലിങ്ങളാണ് വെടിവെച്ചത് എന്നും അത് വർഗീയമായ ലക്ഷ്യങ്ങളുള്ള ആളുകളാണ് എന്നും എനിക്ക് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമെന്നും ഒക്കെ വ്യാജമായ സംഗതികൾ നിങ്ങൾ ഇതിൽ എഴുതി ചേർക്കണം എന്ന് പോലീസ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും പോലീസ് തന്നെയും ഈ വ്യാജമായ സംഗതികൾ മിലിറ്ററിക്കും മീഡിയക്ക് മുമ്പാകെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിന് പിന്നിൽ ഓംരാജ് സൈനി എന്ന് പറയുന്ന വ്യക്തിയെ വെടിവെച്ചത് ആരാണ്? സമാധാനപരമായി NRC CA പ്രൊട്ടസ്റ്റ് ഇന്ത്യയിലുടനീളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിജ്നോറിൽ സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാ പള്ളികളിലും ജുമാ നമസ്കാരത്തിന് ശേഷം NRC CA-യുമായി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റ് നടത്തുമെന്ന് അവർ SP-യിൽ നിന്ന്, ഇതേ സഞ്ജീവ് ത്യാഗിയിൽ നിന്ന് പെർമിഷൻ വാങ്ങുന്നു. എല്ലാവരും സമാധാനപരമായിട്ട് നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആരാണ് നടത്തിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് സംശയമുണ്ട്, ഇന്ന ആളുകളാണ്, പോലീസുകാർ തന്നെയാണ് എന്ന് സംശയമുണ്ട് നിങ്ങൾ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഫോൾസ് ഫ്ലാഗ് അറ്റാക്ക്, ഒരാൾ അക്രമം നടത്തുക, എന്നിട്ട് അത് മുസ്ലിം സമുദായത്തിന്റെ മുകളിൽ കെട്ടിവെക്കുക, അതിലൂടെ വർഗീയ കലാപം, നേരത്തെ പറഞ്ഞ നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഒരു വർഗീയ കലാപത്തിലേക്ക് സംഗതികളെ നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. അതേപോലെ NRC പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് ലക്നൌവിൽ പ്രൊട്ടസ്റ്റ് നടക്കുകയുണ്ടായി. ആ സമയത്ത് പറയാണ്, പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് അവിടുന്ന് ഒരു മിസ്റ്ററി ഗേൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന, പ്രൊട്ടസ്റ്റിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആളുകൾ, ദ ഗവൺമെന്റ് ഈസ് കോൺസ്പയറിംഗ് ടു സബ്വേർട്ട് അവർ മൂവ്മെന്റ്. അവർ പറയാണ്, എ മിസ്റ്ററി ഗേൾ വാസ് സെന്റ് ആൻഡ് ഷീ ചാന്റഡ് പാകിസ്ഥാൻ ജിന്ദാബാദ്. വി ക്വിക്ലി ഹാൻഡഡ് ഹെർ ഓവർ ടു ദ കോപ്സ് ഹു ലെറ്റ് ഹെർ ഗോ. അദ്ദേഹത്തെ ഈ സ്ത്രീയെ നമ്മൾ എന്ത് ചെയ്തു, ഉടനെ തന്നെ പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്നിട്ട് ഉടനെ അതും പർദ്ദയൊക്കെ ഇട്ട സ്ത്രീ, ഈ സ്ത്രീയെ പിടിച്ചിട്ട് ഉടനെ പോലീസിനെ ഏൽപ്പിക്കുന്നത് NRC പ്രൊട്ടസ്റ്റേഴ്സ് ആണ്.
പിന്നെ അതിനുശേഷം പോലീസുകാർ അവരെ വെറുതെ വിട്ടു. അവർ പിന്നീട് ഫ്രീ ആയിട്ട് അവർ പോയി. പിന്നീട് നമ്മൾ ജയിലിൽ പോയി ചോദിച്ചപ്പോൾ അവരിവിടെ ഇല്ല, അവർ പോയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊരു സംഭവമാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അത് കിട്ടും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സംഭവമാണ് ഗുഞ്ചാ കപൂർ. ഗുഞ്ചാ കപൂർ എന്ന് പറയുന്ന പിന്നെ ആള് പിന്നെ പർദ്ദയും ധരിച്ചിട്ട് ഷാഹിൻബാഗിലേക്ക് വന്നു. ഷാഹിൻബാഗ് നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഷാഹിൻബാഗ്. ഷാഹിൻബാഗിലെ പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് ബുർക്കയിൽ പിന്നെ ഈ സ്ത്രീ വന്നു എന്നാണ്. പിന്നെ കംസ് ഇൻ ബുർക്ക ഷാഹിൻബാഗിലേക്ക്. എന്നിട്ട് ഇവരെ സംശയം തോന്നിയ സ്ത്രീകൾ തന്നെ, അതിൻ്റെ ഇടയിലുള്ള പിന്നെ ആളുകൾ, സ്ത്രീകളുടെ ഇടയിലാണ് വന്നിരുന്നിട്ടുള്ളത്. ഇതൊരു പുരുഷനാണ്, ഗുഞ്ചാ കപൂറാണ് ആള്. ഇദ്ദേഹത്തെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. നിങ്ങൾ കാണാൻ സാധിക്കും. ഇതും പത്രത്തിൽ നിങ്ങൾക്ക് ഗുഞ്ചാ കപൂർ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കിട്ടും. പിന്നെ ബഹ്റാംപൂർ അല്ലെങ്കിൽ ബർഹാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നെ യു പിയിൽ, പിന്നെ പിന്നെ വെസ്റ്റ് ബംഗാളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അഭിഷേക് സർക്കാർ, ഒരു BJP വർക്കർ, മറ്റു ആറ് പേരെയും കൂട്ടിയിട്ട് NRCCA പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് പിന്നെ എഞ്ചിന് നേരെ കല്ലെറിയാണ്. അവർ വന്നിട്ട് പിന്നെ അവരുടെ വസ്ത്രം മാറ്റുന്നത് ദൂരത്തുള്ള പിന്നെ ആളുകൾ കാണുകയും, എന്നിട്ട് അവർ നേരത്തെ ഇട്ടിരുന്ന വസ്ത്രം മാറ്റി അവർ ലുങ്കിയും സ്കൾ ക്യാപ്പ് ഇടുകയാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ തൊപ്പിയും അതുപോലെ ലുങ്കിയും ധരിക്കുകയാണ്. മുസ്ലിങ്ങൾ അവിടെ ഒരു പ്രത്യേക കള്ളിത്തുണി ഉടുക്കും, അത് അവർ മാറ്റുകയാണ്. മാറ്റുന്ന ആരാന്ന് ചോദിച്ചാൽ ഈ പറയുന്ന അഭിഷേക് സർക്കാരാണ്. അഭിഷേക് സർക്കാർ അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന BJP പ്രവർത്തകനാണ്. എല്ലാവർക്കും അറിയാം. അവിടെയുള്ള ഈ കാണുന്ന ആൾക്കും അറിയാം അഭിഷേക് സർക്കാരാണുള്ളത് തൊപ്പിയിടുന്നത് എന്ന് ദൂരത്ത് അവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ അവർ മുർഷിദാബാദ് പോലീസ് സ്റ്റേഷനെ വിളിച്ച് ഈ ലോക്കൽ മുസ്ലിങ്ങൾ വിളിച്ച് പറയാണ്. അവര് പിന്നെ എഞ്ചിന് നേരെ കല്ലെറിയുന്നു. ഉടനെ തന്നെ അതിൽ 7ാമത്തെ ആള് പിന്നെ അവിടുന്ന് രക്ഷപ്പെടുന്നു. അഭിഷേക് സർക്കാരിനെയും ബാക്കിയുള്ള 5 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും, എന്നിട്ട് അതിന് തൊട്ട് ശേഷം നടന്ന സമ്മേളനത്തിൽ മമതാ ബാനർജി റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ സംഭവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ പറയുന്ന വാചകം ഞാൻ വായിക്കാം. മമതാ ബാനർജി പറയാണ്, ഡോണ്ട് ഫാൾ ഇൻ ദ BJP's ട്രാപ്പ്. ഒരിക്കലും BJPയുടെ ട്രാപ്പിൽ നിങ്ങൾ വീണു പോകരുത്. They are trying very hard to turn this into a fight between Hindus and Muslims. അവർ വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ NRCCAയുമായി ബന്ധപ്പെട്ട നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം ഒരു ഹിന്ദു മുസ്ലിം ഫൈറ്റാക്കി മാറ്റുക എന്ന് പറയുന്ന പണി യഥാർത്ഥത്തിൽ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അവർ അശ്രാന്ത പരിശ്രമത്തിലാണ് BJP പ്രവർത്തകർ. വി ഹാവ് റിസീവ്ഡ് ഇന്റലിജൻസ്. മുഖ്യമന്ത്രിയാണ് പറയുന്നത്, നമുക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് that the BJP has been buying skull caps for its workers. BJP സ്വന്തം അണികൾക്ക് വേണ്ടി, സ്വന്തം പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് സ്കൾ ക്യാപ്പ് വാങ്ങുന്ന വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ രീതിയിൽ അവർ മുസ്ലിങ്ങളുടെ തൊപ്പി വാങ്ങിക്കൂട്ടുന്നുണ്ട്. ദേ ആർ ബൈയിങ് ടു ഗെറ്റ് ദം ഫോട്ടോഗ്രാഫ്ഡ് ആൻഡ് ഫിൽംഡ് വൈൽ വാൻഡലൈസിങ് പബ്ലിക് പ്രോപ്പർട്ടീസ് ടു മലൈൻ എ കമ്മ്യൂണിറ്റി. ഒരു സമുദായത്തെ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ പിന്നെ യഥാർത്ഥത്തിൽ അവരുടെ പേര് മോശമാക്കാൻ അല്ലെങ്കിൽ അവരെ ഡിഫെയിം ചെയ്യുവാൻ ഇവർ ചെയ്യുന്ന ഫോൾസ് ഫ്ലാഗ് അറ്റാക്കാണ്. ക്യാമറക്ക് മുന്നിലും, ഫോൾസ് ഫ്ലാഗ് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കല്ല, ഞാൻ പറഞ്ഞാണ്, ഫോട്ടോഗ്രാഫ്ഡ് ആൻഡ് ഫിൽംഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോട്ടോഗ്രാഫിനെയും ഫിലിമിനും മോദി പറഞ്ഞിരുന്നല്ലോ, ഐഡന്റിഫൈ ബൈ ദിയർ ക്ലോത്ത്സ്. അവരുടെ തൊപ്പിയും തലപ്പാവും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രൊട്ടസ്റ്റേഴ്സിന്റെ എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഉണ്ടാക്കുകയാണ് മോദി. ആദ്യം പറയുന്നു, പിന്നീട് എല്ലാവരും BJP പ്രവർത്തകർ തന്നെ തൊപ്പിയും തലപ്പാവും ധരിക്കുന്നു, എന്നിട്ട് അവർ തന്നെ കല്ലെറിയുന്നു. ഇത് നിങ്ങൾക്ക് പിന്നെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ പിന്നെ കഴിഞ്ഞ ഹനുമാൻ ജയന്തി, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റുകളിലെല്ലാം കല്ലെറിയുന്ന ഈ ആളുകൾ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ ഈ പ്രദേശത്തേക്ക് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേ സംഭവം, ഇപ്പൊ മമതാ ബാനർജി പറഞ്ഞില്ലേ, ഇതേ സംഭവം അല്ലെങ്കിൽ ആ സംഭവം നേരത്തെ നമ്മൾ കേട്ട അഭിഷേക് എന്ന് പറയുന്ന ആള് ചെയ്ത അതേപോലെ തന്നെ ഇന്ത്യയിലുടനീളം എവിടെയൊക്കെ പിന്നെ ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ നടന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ കല്ലെറിഞ്ഞത് ആരാണ്? ഇത് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആളുകളാണ്, നമുക്ക് ആർക്കും അറിയാത്തവരാണ് ഈ കല്ലെറിയുന്നത്. എന്ന് മാത്രമല്ല, കല്ലെറിഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ കല്ല് നിങ്ങൾക്ക് കിട്ടുകയില്ല. ഇവർ കല്ല് പുറത്തുനിന്ന് കൊണ്ടുവരാതെ ഒരിക്കലും അവർക്ക് കല്ലെറിയുക സാധ്യമല്ല. ആരുമില്ലാത്തൊരു സ്ഥലത്ത് അവർ കല്ലെറിയുന്നു. അത് വേറൊരാൾ ഒരു ഏരിയൽ ഫുട്ടേജ് എടുക്കുന്നു, ദൂരത്ത് മുകളിൽ നിന്ന് പിന്നെ ഫുട്ടേജ് എടുക്കുന്നു, മുഖം തന്നെ കാണാത്ത വിധത്തിൽ. എന്നാൽ അവരുടെ വസ്ത്രം കണ്ടാൽ മോദി പറഞ്ഞതുപോലെ ഐഡന്റിഫൈ ബൈ ദിയർ ക്ലോത്ത്സ് എന്ന് പറഞ്ഞതുപോലെ ദൂരത്തുനിന്ന് കാണാൻ സാധിക്കും. ഇവർ തൊപ്പിയും അതുപോലെ തന്നെ മുസ്ലിം വേഷധാരികളാണ്, പക്ഷെ അവർ മുഖം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഫുട്ടേജ് എടുക്കുന്നു. എന്നിട്ട് യഥാർത്ഥത്തിൽ ഈ കലാപം തുടങ്ങിയത് മുസ്ലിങ്ങളാണ് എന്ന ഒരു നെറേറ്റീവ് സർക്കാർ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് ഇന്ത്യയിലുടനീളം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കാണുന്നത്. അതിനു മുമ്പ് NRC പ്രൊട്ടസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ലബോറട്ടറി ആയിട്ട് വർക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത്.
ഡൽഹി കലാപം പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഒരു മാസ്റ്റർ പീസാണ്. ഡൽഹി കലാപത്തിൽ പിന്നെ ഒരിക്കലും ഒരു പ്രൊട്ടസ്റ്റിൽ പോലും നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും, കാണുന്ന പലരും ആ സമയത്ത് NRCC പ്രൊട്ടസ്റ്റുകളിൽ പോയിട്ടുണ്ടാവും. അവിടെ അക്രമം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാറില്ല. അവിടെ ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹമാണ് നടക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിന്റെ അതിന്റെ മുന്നിലുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അതിന്റെ മുന്നിലുള്ള കൾച്ചർ. കോൺസ്റ്റിറ്റ്യൂഷണൽ ലാംഗ്വേജ് ആണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു രീതിയിൽ അവര് പ്രാസംഗികർ പോലും പറയാറില്ല എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇതൊക്കെ പിന്നെ നടന്നിട്ടുള്ളത് ഇന്ത്യയിലുടനീളം. പക്ഷെ അതിനെ ഒരു വഴിതിരിച്ച് വിട്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അത് ആ സമയത്ത് JNUവിൽ നടന്ന, ഞാൻ വേറൊരു ഫോൾസ് ഫ്ലാഗ് അറ്റാക്ക് പറയാണ്, JNUവിൽ അന്ന് നടന്ന അക്രമ സംഭവങ്ങൾ. JNU സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഇപ്പോൾ ജനഗണമന എന്ന് പറയുന്ന ഫിലിമിൽ പിന്നെ അത് ഒന്നുകൂടി ചിത്രീകരിക്കുകയുണ്ടായി. ആ സംഭവത്തെ കുറിച്ച് അന്നത്തെ ABVPയുടെ അവിടെയുള്ള വൈസ് പ്രസിഡന്റ്, അതുപോലെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ജതിൻ ഗൊരായ, പ്രദീപ് നർവാൾ, ഇവർ പിന്നീട് യുണൈറ്റഡ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റിന്റെ പരിപാടികളിൽ കണ്ടമാനം പങ്കെടുത്തു, പൊതുപരിപാടികളിൽ പങ്കെടുത്തു, പ്രസ് കോൺഫറൻസ് നടത്തി. ഈ പ്രസ് കോൺഫറൻസിൽ അവർ പറഞ്ഞ വാചകം ഞാൻ വായിക്കുകയാണ്. ഇൻ വൺ ഓഫ് ദി വീഡിയോസ് സം പീപ്പിൾ കുഡ് ബി സീൻ റേസിംഗ് സ്ലോഗൻസ് ഓഫ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ ഈ റിപ്പബ്ലിക് ടിവിയിലും ടൈംസ് നൗവിലും സീ ന്യൂസിലും ഒക്കെ കാണിച്ച വിവാദപരമായിട്ടുള്ള ഇപ്പോൾ കനഹയ്യ കുമാറിനും അതുപോലെ ഉമർ ഖാലിദിനെതിരെയൊക്കെ കേസ് എടുത്ത ആ സംഭവത്തിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന ആ സംഭവം അവർ പറയാണ്. എന്ന് പറഞ്ഞാൽ അവർ ABVP പ്രവർത്തകരാണല്ലോ, ABVP നേതാക്കളാണ് അവർ പറയാണ്, വാർ ഹൗസിൽ നിന്ന് ഇതൊക്കെ നമ്മൾ നേരത്തെ ഗൂഢാലോചന ചെയ്ത് എന്നിട്ട് നമ്മൾ ക്യാമറക്ക് മുന്നിൽ പിന്നെ അവരുടെ പരിപാടിക്കിടയിൽ നമ്മൾ വിളിച്ച മുദ്രാവാക്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തകരാണ്, ABVP മെമ്പേഴ്സ്. ഞാൻ വായിക്കണത്. In one of the videos, some people could be seen raising slogans of Pakistan Zindabad. From that video, we could see those raising slogans are ABVP members. ഇവർ പറയുന്ന വാചകമാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. അവരുടെ ആ പത്രസമ്മേളനം എപ്പോഴും നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ അവരവിടുന്ന് ABVPയിൽ നിന്ന് രാജിവെച്ചു. അവർ പറയും, നമ്മളിതൊക്കെ കണ്ട് മടുത്തു എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കള്ളത്തരവും അതുപോലെ തന്നെ വഞ്ചനയും ഫോൾസ് ഫ്ലാഗ് അറ്റാക്സും ഇങ്ങനെ എന്താണ് ഒരു മനുഷ്യന് എത്ര താഴോട്ട് താഴാൻ പറ്റുമോ അതൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനമെടുത്തിട്ട് നമ്മൾ ABVPയിൽ നിന്ന് നമ്മൾ രാജിവെച്ച്, നേതാക്കളാണ്, മെമ്പേഴ്സ് അല്ല, വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറിയാണ്, ഇവർ രാജിവെച്ച് പുറത്തു വന്നിട്ട് ഈ സത്യങ്ങളൊക്കെ അവർ തുറന്നു പറയാം. ഇത് ദൗർഭാഗ്യവശാൽ ഫോൾസ് ഫ്ലാഗ് അറ്റാക്ക് എന്ന് പറയുന്നത് പിന്നെ ശരിക്കും വെറും BJP RSSന് മാത്രം കുത്തകയായിട്ടുള്ളൊരു സംഭവമല്ല എന്നത് കൂടി അവസരത്തിൽ പറയാണ്. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നമ്മുടെ പിന്നെ ചന്ദ്രശേഖർ വധക്കേസല്ലേ, ഒന്ന് പേര് ക്ലാരിഫൈ ചെയ്. TP ചന്ദ്രശേഖർ TP ചന്ദ്രശേഖറിന്റെ വധത്തിന് ശേഷം ഒരു ഇന്നോവ കാറിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന സ്റ്റിക്കർ പതിച്ചതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇതും യഥാർത്ഥത്തിൽ പിന്നെ എന്തിനാണ് അത് പതിക്കപ്പെട്ടത്, ആരാണ് അത് പതിച്ചത് എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഇങ്ങനെ ഫോൾസ് ഫ്ലാഗ് അറ്റാക്കിന്റെ ഒരു വലിയൊരു കൂമ്പാരം നിങ്ങൾക്ക് എല്ലാ പ്രത്യേകിച്ച് BJP RSS ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവങ്ങളിലും അതല്ലാത്ത CPMന്റെ സംഭവങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് കാണാൻ സാധിക്കും. പിന്നെ ഇതില് കശ്മീരിൽ ഈ അടുത്ത് നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പിന്നെ പറയാണ്. ഇത് പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം പിന്നെ വിട പറയും. കശ്മീരിൽ 4th July 1995 6 Western tourists were kidnapped allegedly by a militant outfit, Al-Faran എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, in the Liderwat area of Pahalgam in South Kashmir. The victims included 2 British, 2 US, 1 German and 1 Norwegian citizen. While 1 US tourist, John Childs, managed to escape from captivity, the Norwegian Hans Christian Ostro was beheaded. The remaining 4 were never found. ഇവരൊക്കെ വധിക്കുക, അവരുടെ തലവെട്ടുക, ഇതൊക്കെയാണ് സംഭവിച്ചത്. ആൻഡ് ഇൻഡെപ്ത് റിസർച്ച് ഇൻ ടു ദ കിഡ്നാപ്പിംഗ് ഞാൻ വായിക്കുന്നത് ബേസിക്കലി ടെലിഗ്രാഫ് പത്രത്തിൽ നിന്നാണ്. പിന്നെ കോളിൻ ഫ്രീമാൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹം വിശദമായിട്ട് കശ്മീർ ഇഷ്യൂവിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ദ മിഡോ ബൈ അഡ്രിയൻ ലെവി ആൻഡ് കാത്തി സ്കോട്ട് എന്ന് പറയുന്ന 2 ഓഥേഴ്സ് എഴുതിയ ആ പുസ്തകത്തെക്കുറിച്ച് കോളിൻ ഫ്രീമാൻ ഗാർഡിയനിൽ എഴുതുന്നതാണ്. അദ്ദേഹം എഴുതുന്ന കാര്യം ഞാൻ വായിക്കുകയാണ്. Was published in a book entitled The Meadow, in which the authors claim that far from being utterly clueless, the security forces identify the hostages. ഇവരുടെ പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഈ അന്വേഷണം നടത്തിയിട്ടുള്ള ഓഥേഴ്സ് പറയാണ്. പിന്നെ exact location early on, but choose not to act simply
to prolong adverse publicity for Pakistan, which is fingered as having backed the plot. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പുറത്തു നിന്ന് വന്ന ഈ ആളുകളെ കൊന്നത്, they further allege that for the same reasons a rogue Indian police unit then had the hostages killed. ഹോസ്റ്റേജിനെ കൊന്നത് ഇവിടെയുള്ള റോഗ് പിന്നെ ഓഫീസേഴ്സ് ആണ് എന്ന് അതിനെക്കുറിച്ച് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ ഫോൾസ് ഫ്ലാഗ് അറ്റാക്കുകളുടെയും അതുപോലെ പിന്നെ കൊവേർട്ട് ഓപ്പറേഷൻസിന്റെയും ഒരു വലിയ ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊരു പുതിയ സംഭവമല്ല, ഇത് ചരിത്രത്തിൽ അല്ല, മറിച്ച് ഈ പറയുന്ന നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഏതായാലും വിഷയം പിൻ പോയിന്റഡ്ലി ഫോൾസ് ഫ്ലാഗ് ആയതുകൊണ്ട് അതിലേക്ക് മാത്രമായിരുന്നു ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചത്. താങ്ക് യു സോ മച്ച്.